ഇന്ന് എല്ലാ സ്ഥലത്തും വെള്ളം അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ദർസിലും നമുക്ക് പ്രധാനമായി വെള്ളം തന്നെയാണ് ചർച്ച. വെള്ളത്തിൻ്റെ ഉപയോഗം നടക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ ഒളു എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ഒളു എടുക്കുന്ന സമയത്ത് നമ്മൾ ഒളു എടുക്കാൻ വേണ്ടി വരുന്ന വെള്ളത്തിനേക്കാൾ എത്രയോ കൂടുതൽ വെള്ളമാണ് നമ്മൾ പുറത്തേക്ക് നഷ്ടപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ കയ്യിൽ ഇങ്ങനെ നമ്മൾ വെള്ളം എടുത്തിട്ട് മുഖത്തിന് കഴുകാനോ വായിൽ വെള്ളം കുപ്പിളിക്കാനോ ഒക്കെ ആയിരിക്കും പോവുക. അപ്പോൾ ടാപ്പിൻ്റെ അപ്പുറത്ത് വെള്ളം ഇഷ്ടം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു മാജിക്ക്, ഈ വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ട് നമ്മൾ മുഖം കഴുകുകയോ വായിൽ വെള്ളം കുപ്പിളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് ടാപ്പ് പൂട്ടാനുള്ളൊരു വിദ്യ നമ്മൾ ആ കൈ ഉപയോഗിച്ച് ഏതെങ്കിലും വിധത്തിൽ കുറച്ച് ദിവസം പരിശീലിച്ച് കഴിഞ്ഞാൽ അത് റെഡിയാവും. ഇത് നമ്മൾ ഇക്കാലത്ത് പരിശീലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന ഒരു കാര്യം, അതാണ് നമുക്കൊന്ന് ചർച്ച ചെയ്യാനുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വെള്ളമാണെന്ന് മനസ്സിലാക്കുകയും വെള്ളത്തെക്കുറിച്ച് ധാരാളം ചർച്ച ചെയ്യുകയും ചെയ്തു. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രധാനമായി ഇന്നു മുതൽ നമ്മൾ എടുത്തൊരു തീരുമാനം, നമ്മൾ വുളു എടുക്കുന്നതിന്റെ ഭാഗമായി വെള്ളം കൂടുതലായി ഉപയോഗിക്കാതിരിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, എന്നാൽ നമ്മൾ പരിശ്രമിച്ചു എന്ന് പഠിച്ചവനോട് നമുക്ക് പറയാമല്ലോ. ഒരു കാര്യം അത്. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുദ്ദ് വെള്ളം കൊണ്ട് വുളു എടുത്തിരുന്നു എന്നും ഇതുപോലത്തെ 4 മുദ്ദ് വെള്ളം കൊണ്ട് അവിടുന്ന് കുളിച്ചിരുന്നു എന്നുമാണ്. അപ്പം നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് വെള്ളത്തെ കരുതിയതെങ്കിൽ നമ്മൾ വുളു എടുക്കുമ്പോൾ എന്തിനാണ് കൂടുതൽ ചെലവാക്കേണ്ടതില്ല? ഇൻഷാ അല്ലാഹ് ആ ഒരു കരുതൽ നമ്മളിൽ നിന്ന് തുടങ്ങി നമ്മുടെ കുടുംബത്തിലും മറ്റുള്ളവരിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യണം. വെള്ളം കരുതുക എന്നതാണ് ലോകത്തോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നീതിപൂർവകമായ ഒരു കാര്യം എന്ന തിരിച്ചറിവാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ പരസ്പരം ചർച്ച ചെയ്തത്. അള്ളാഹു സ്വീകരിക്കട്ടെ.